വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും കൂടെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർ വളരെ ഊഷ്മളമായിട്ടാണ് സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ നാഷണൽ മീഡിയാസ് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ഗൗരവമായിട്ടാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത്. ട്രംപിന് ഒരു അഴകുഴമ്പൻ ബോഡി ലാംഗ്വേജ് ആണ് ഉള്ളത്. നരേന്ദ്രമോദിയും ട്രംപും കൂടെയുള്ള സംസാരത്തിൽ ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ എന്ത് രസകരമാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. വളരെ സുമുഖനാണ്, സുന്ദരനാണ്. അദ്ദേഹം ഒരു മാലാഖയാണ്, ഹിസ് ആൻ ഏഞ്ചൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ അറിയാത്തൊരു മുഖം നരേന്ദ്രമോദിക്കുണ്ട്. ഹീസ് വെരി ടഫ്. അതായത് നരേന്ദ്രമോദി വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഹീസ് എ ഗ്രേറ്റ് ട്രേഡർ എന്നാണ് പറയുന്നത്. വലിയൊരു വ്യവസായിയെ പോലെയാണ് നരേന്ദ്രമോദി പലപ്പോഴും പെരുമാറുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിനുശേഷം ട്രംപ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയെ ആരും ആക്രമിക്കില്ല. അങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം ഞാൻ ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ഇത്രയും നാൾ ഈ ചർച്ചയിലൊക്കെ ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ട്രംപ് ഇങ്ങനെ പറയുകയും ചെയ്യും. ഇതിനു മുമ്പാണ് ട്രംപ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചാൽ ഇന്ത്യക്ക് താജ് പഠിച്ചു തരുമെന്ന് പറഞ്ഞത്. ഇന്ത്യയെ എന്തോരം ദ്രോഹിക്കാൻ പറ്റുമോ അത്രയധികം ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ആ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ എന്താ പറയുക, നരേന്ദ്രമോദി അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ട്രംപ് ഈയിടയ്ക്ക് എക്സാക്ട് വാക്ക് ഞാൻ മറന്നുപോയി. പക്ഷേ വ്ളാഡിമിർ പുതിനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, മറ്റേ ഇയാൾക്ക് വട്ടാണെന്ന് പറയുന്നു. അതുപോലെ നരേന്ദ്രമോദിയെ അത്ര രൂക്ഷമായി അധിക്ഷേപിച്ചില്ലെങ്കിൽ പോലും നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇപ്പൊ ട്രംപ് മോദിയെ കണ്ടപ്പോൾ ട്രംപ് മോദിയുടെ മുമ്പിൽ ഒരു കുട്ടിയെ പോലെ എന്നിട്ട് പറയാണ് നരേന്ദ്രമോദി ഗ്രേറ്റ് ആണ്, നരേന്ദ്രമോദി അടിപൊളിയാണ് എന്ന് ട്രംപ് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നരേന്ദ്രമോദി ഒരു താക്കീത് ട്രംപിന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നാഷണൽ മീഡിയാസും പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ എന്താണ് ഈ സീ ഫെയറേഴ്സ്, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറയുന്നു. അപ്പൊ ഇതുവരെയാണ് സ്റ്റോറി നിൽക്കുന്നത്. പിന്നെ G7 ഉച്ചകോടിയിലാണ് കഴിഞ്ഞ ദിവസം ഇവര് കൂടിക്കാഴ്ച നടത്തിയത്. അവിടെ ഏറ്റവും വലിയ ഒരു ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ G7 സത്യം പറഞ്ഞാൽ ഇന്ത്യ ഇല്ലാത്തൊരു സാധനത്തിൽ മോദി അവിടെ പോകാനായിട്ട് അവിടെയുള്ള ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു, നിർബന്ധിതനായിരിക്കുന്നു. അവിടെ എത്തിയപ്പോൾ പറയാണ്, കണ്ട നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്ത്യ എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ ആവശ്യമാണ്. ട്രംപിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ട്രംപിനോട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻസ് നാഴിക 40 വട്ടം പറയുന്നുണ്ട് ഇന്ത്യയെ പണക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ വരുന്നു. ട്രംപ് നരേന്ദ്രമോദിയായിട്ട് വലിയ കാര്യത്തിൽ സംസാരിക്കുന്നു. നാളെ ട്രംപ് രാത്രി 3 മണിക്ക് ഒരു കോണിയാക്കും അടിച്ചിരിക്കുമ്പോൾ ട്രംപ് ഇനി നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇടുമെന്നൊന്നും നമുക്കറിയില്ല. അതൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം എനിക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എനിക്കതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വേണം. ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ വണ്ടിൽ ഒരു പരിപാടിയുണ്ട്, നിലപാടെന്ന് പറയുന്നത്, നിഷാദ് റാവുത്തർ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, നരേന്ദ്രമോദി, സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റും, നരേന്ദ്രമോദിക്ക് നട്ടലില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി നമ്മുടെ നമ്മുടെ നാവികർ കൊല്ലപ്പെട്ടപ്പോൾ പോലും ഒരു വാക്ക് പോലും ഡൊണാൾഡ് ട്രംപിനെതിരെ പറയാത്തൊരു വ്യക്തിയാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയല്ല യഥാർത്ഥത്തിലുള്ള ഇന്ത്യ. യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിൽ ഒരു 56, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ഇന്ത്യയിൽ ഒരു 56 ഇഞ്ചുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിൽ ആ 56 ഇഞ്ചിന്റെ യാതൊരുവിധ പ്രതിഫലനവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ തളരുന്ന അവസ്ഥയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ നമ്മളെ ഒരു തെറി പറഞ്ഞൊരു മനുഷ്യൻ നമ്മളെ ഇപ്പൊ വന്ന് പൊക്കി പറയുമ്പോൾ എനിക്കത് ആസ് എ പേഴ്സൺ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ രണ്ട് രാജ്യം എന്ന നിലയ്ക്ക് മോദി ഒന്ന് ചിരിച്ചു കാണിച്ചതാകാമെന്ന് എനിക്ക് തോന്നുന്നു ബേസിക്കലി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിക്കുള്ള ഈ ഉറപ്പുണ്ടല്ലോ ട്രംപ് കൊടുത്തിരിക്കുന്ന, ഇയാൾ ആരാ നമുക്ക് ഉറപ്പ് തരാൻ? ഇയാൾ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് വേണം നമുക്ക് പാകിസ്ഥാനെ അടിക്കാൻ, ചൈന നാളെ വരുന്നുണ്ടെങ്കിൽ ചൈനയെ തടയാൻ? അങ്ങനെ ഒരു ചോദ്യവും എനിക്ക് ബേസിക്കലി ഉണ്ട്. പിന്നെ ഈ ട്രംപിന്റെ ഉറപ്പിന്റെ പിന്നിൽ ഇയാൾ ഈ സമയത്ത് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് കൂടെ എനിക്ക് ബേസിക്കലി അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് മാത്രമല്ലല്ലോ, ഇസ്രായേലിന്റെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിരുന്നുണ്ട്. അത് നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇസ്രായേലിന്റെ നമ്മുടെ അംബാസഡർ ആയിട്ടുള്ള റുവൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കൂടെ അവിടെ ഹമാസിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നമ്മുടെ നിരീക്ഷകർ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് രണ്ടും ബന്ധമുള്ളതായിട്ട് തന്നെ തോന്നണം. കാരണം ഒന്ന്, ശ്രീ നരേന്ദ്രമോദിയെ ഇപ്പോൾ പുകഴ്ത്തുന്ന ഒരു കാരണമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ മീഡിയ വൺകാർ നാഷണൽ ചാനലുകളോ ഇല്ല മറ്റു മാധ്യമങ്ങളോ കാണാറില്ല എന്നുള്ളതാണ്. കാരണം ഈ നാവികർക്ക് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ശക്തമായ ഭാഷയിൽ അമേരിക്കയുടെ അംബാസഡറെ വിളിച്ചു വരുത്തി
അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും താക്കി നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ട്രംപിനെ കണ്ടപ്പോൾ G7 ആദ്യം അദ്ദേഹം പങ്കെടുത്തപ്പോൾ പരസ്യമായി തന്നെ ഈ വിഷയം ആ വേദിയിൽ ഉന്നയിച്ചു. അതിനുശേഷം ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇത് രഹസ്യമല്ല. ഈ കൂടിക്കാഴ്ച അദ്ദേഹം ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ലൈവായിരുന്നു, എല്ലാവർക്കും കാണാവുന്ന കൂടിക്കാഴ്ച തന്നെയാണ്. എന്താണ് മോദി പറഞ്ഞതെന്ന് വ്യക്തമാണ്, അതിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അത് ലൈവാണ്, ആ സംഭവം ലൈവായിട്ട് തന്നെ നമുക്ക് കാണാം. രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല, അതായത് ഒരു മുറിക്കകത്ത് അടച്ചിരുന്നിട്ടല്ല ചർച്ച ചെയ്യുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഒരു രാജ്യം എന്ന നില ചെയ്യാൻ കഴിയും. അല്ലാതെ ഇവിടെ കിടക്കുന്ന VD സതീശനും പിണറായിയും പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്ത് പറഞ്ഞു വീണ തൈക്കണ്ടിയുടെ കാര്യം പറയുന്നതൊക്കെ അല്ല ഇന്റർനാഷണൽ ബന്ധങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ട്രംപിന് വിവരക്കേടായതുകൊണ്ടാണ് ട്രംപ് വളരെ പേരെടുത്ത് വിളിച്ച് അപഹേളിക്കുന്നത്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ രീതി ഇല്ലത്. അദ്ദേഹത്തിന് അങ്ങനെ മര്യാദകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രംപ് ആകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഇറാൻ യുദ്ധത്തിൽ തന്നെ പുള്ളിയുടെ ഇമേജ് ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നവംബറിൽ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട്, അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പാർട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ട്രംപ് അതിലും വലിയൊരു ഭവിഷ്യത്തിലേക്ക് പോകും. ഇംപീച്ച്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു നാണംകെട്ട രീതിയിലേക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് ഇപ്പൊ ഈ ഇറാൻ യുദ്ധത്തിന്റെ ക്ഷീണം തീർക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യ പോലൊരു രാജ്യവുമായിട്ടുള്ള ഒരു വ്യാപാര കരാറിന്റെ ബന്ധം വേണം. വ്യാപാര കരാർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ട്രംപ് കളിക്കും. കാരണം ട്രംപിന് ഇപ്പോൾ ഒരു ചെറിയൊരു ഹീറോ പരിവേഷം കിട്ടും. യുദ്ധം മാത്രമല്ല, ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ പറ്റും. പക്ഷെ ട്രംപ് അത് പറഞ്ഞതിനകത്ത് ഞാനൊരു അപകടം മണക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം കൊലയാളി എന്നും കൂടി പറഞ്ഞു കേട്ടോ മോദിയെ. ഒരു കൊലയാളി കൂടിയാണ് എന്നാണ് അതും കൂടെ പറഞ്ഞു. കില്ലർ എന്നും കൂടെ അദ്ദേഹം പറയുകയുണ്ടായി ഇത്രയൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ ഇന്ത്യ ആരാക്രമിച്ചാലും ഞങ്ങൾ അവരെ തടയും എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കും. ഇത് രണ്ട് ആംഗിൾ വേണം നമ്മൾ കാണാൻ. ഒന്ന്, സമീപഭാവിയിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ട്രംപ് മുൻകൂട്ടി കാണുന്നുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രസ്താവനയോട് അദ്ദേഹം ചൈനയ്ക്കൊരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നതായിരിക്കാം. അതായത് ചൈനയാണല്ലോ അമേരിക്കയെ സംബന്ധിച്ച് 1-ാം നമ്പർ ശത്രു. അപ്പോ ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നൊരു സൂചന കൊടുക്കുന്നതുമാകാം. രണ്ട് കാര്യമുണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടെ അതിനെ കാണുന്നത്, ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു നീക്കം നടത്താനുള്ള സാധ്യതകളെല്ലാം കൂടെ ട്രംപ് മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിന്റെ മധ്യസ്ഥനായി നിൽക്കുകയോ, ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇടനില നിൽക്കുകയോ, ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്ക് കൂടെ നിന്ന് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു സംഘർഷം വരുന്നതിന് തൊട്ട് മുമ്പ് അടിച്ച ഡയലോഗായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ അംബാസഡർ ഇന്ത്യയെ വെച്ചൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് ഹിസ്ബുള്ളയുടെ ഹമാസിന്റെയും മിസൈലുകൾക്ക് ദില്ലിയും മുംബൈയും ദൂരമുള്ള സ്ഥലങ്ങളല്ല, അവിടം വരെ എത്താനുള്ള മിസൈൽ ഇറാന്റെ പക്കലുമുണ്ട്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹമാസിന് യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് അത് ശരിയുമാണ്. കാരണം കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഹമാസിനെ നിരോധിക്കാനുള്ള ഒരു നീക്കം കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഹമാസിന്റെ അനവധി സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ, കാരണം ഹമാസ് ആയിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണ കൂട്ടക്കൊലയുടെ പിന്നിൽ എന്നുള്ളതിന് തെളിവുകൾ ഇപ്പോൾ പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു അടി വന്നു കഴിഞ്ഞു. കാരണം ഇപ്പോൾ നിലവിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ, ഈ ട്രംപും നെതന്യാഹുവും തമ്മിൽ അത്ര ഒരു സ്വരച്ചേർച്ചയിലല്ല. പിന്നെ അവരുടെ സ്വരച്ചേർച്ച നമ്മളൊരു വലിയ പിണക്കമായിട്ടോ വഴക്കായിട്ടോ കാണേണ്ട കാര്യവുമില്ല. കാരണം നാളെ ഇസ്രായേൽ ലെബനെ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ ഈ ട്രംപ് നേരെ മലക്കം പറയും. ട്രംപ് പറയും ഹിസ്ബുള്ളോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞതല്ല, അവന്മാർ പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലേ അവന്മാർ ഇട്ടത് എന്ന് പറയും. കാരണം ഗസയിൽ നമ്മൾ കണ്ടതാണ്, 10-20 രാജ്യങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പീസ് ഗസ എന്ന് പറഞ്ഞിട്ട് സമിതിയൊക്കെ രൂപീകരിച്ചു. എന്നിട്ട് എന്തായി? അതിനുശേഷമല്ലേ ഇസ്രായേൽ ഏറ്റവും വലിയ അടി അടിക്കുന്നത് ഗസയിൽ കയറി. അപ്പൊ എന്താ പറഞ്ഞത്? ഹമാസുകാർ അടങ്ങി ഒതുങ്ങി ഇരിക്കാത്തതുകൊണ്ടല്ല നീ ട്രംപ് പിന്നെ തിരിച്ചും പറഞ്ഞു. അതുകൊണ്ട് അത് കഥയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്. കാരണം ഈ എർദോഗനുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഉടക്കി കഴിഞ്ഞിട്ടുണ്ട്. എർദോഗൻ നേർക്കുനേർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രായേലിനെ ഒക്കെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത വരുന്ന വാറിൽ ഇസ്രായേൽ ഒരു ഭാഗമായിരിക്കും. ഇന്ത്യ പാക് വാർ എന്ന് പറഞ്ഞാൽ ഇനി പഴയതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും മാത്രം അടങ്ങുന്ന ഒരു ഫൈറ്റിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പക്ഷേ ഈ ഇസ്രായേലിന്റെ അതിലുണ്ടാകും, ചൈനയുടെ സ്വാധീനം അതിലുണ്ടാകും. അങ്ങനെ ഒരുപാട് പേരുടെ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്കൊരു അപകടം മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അധികം വൈകാതെ ഇന്ത്യ പാക് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും. അതിന്റെ ഒരു സൂചനയാണ് ട്രംപ് നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ ആയിരുന്നല്ലോ ഇസ്രായേലിന്റെ ഒരു വലിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മുംബൈയിലും ദില്ലിയിലും ഹമാസിന്റെ നേതൃത്വത്തിൽ അവർക്ക് മിസൈൽ വായിക്കാൻ അധികം സമയം വരില്ല എന്നുള്ളത്. നമുക്കറിയാം ഹമാസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന തുർക്കിയാണ്, പാകിസ്ഥാനിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നെങ്കിലും ഇപ്പോൾ ഹമാസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കി. അതൊക്കെ തന്നെയാണ് ഇസ്രായേലുമായിട്ട് ഉടക്കിന്റെ കാരണം. ഇവിടെയാണ് ഈ രണ്ട് പ്രസ്താവനയും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്, ഒരു അപകടമായിട്ട്. അതായത് ഞാനതിനെ കാണുന്നത്, ഒറ്റവാക്കി പറഞ്ഞാൽ ട്രംപിന്റെ ട്രോളും ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇന്ത്യ കരുതലോടെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്, യുദ്ധസമാനമായ ഒരു സാഹചര്യം കൂടിയാണ്. നമ്മൾ ആ ഒരു അർത്ഥത്തിൽ വേണം ഇതിനെ കാണാൻ. അല്ലാതെ ട്രംപ് ഇങ്ങനെ പലതും പറയും,
അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ട്രംപ് പറഞ്ഞതിനകത്തൊരു അപകടമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പുള്ളി അത്രയും ഇങ്ങനെ സൂചിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. അതും പ്രത്യേകിച്ച് ഈ ആക്രമണത്തിന്റെ കാര്യം എടുത്തിട്ടുണ്ട് യാതൊരു സിറ്റുവേഷൻസും അവിടെ ഇല്ല. കാരണം ഒരു യുദ്ധം തീർത്ത് വന്നിട്ട് എല്ലാവരും യുദ്ധം തീർത്തതിൽ ട്രംപിനെ നരേന്ദ്രമോദി അഭിനന്ദിച്ച് ട്രംപിനെ കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ലൊരു സമാധാനത്തിൽ പോട്ടേതൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണത്തെ കുറിച്ച് എന്തിനാണ്, അതും പ്രത്യേകിച്ച് മോദിയുടെ അടുത്ത് താങ്കൾ ഉള്ളപ്പോൾ ഞാൻ താങ്കളുടെ ഒപ്പം നിൽക്കുമോ, താങ്കൾ ആരും ആക്രമിച്ചാൽ എന്ന് പറയുമ്പോൾ എവിടെയോ ആരും ആക്രമിക്കാൻ വരുന്നു എന്നല്ലേ ധനുഷ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മള്. അതാണ് അതിന്റെ ഒരു ഇത്. അതിന് തൊട്ട് പിന്നാലെ ഇസ്രായേൽ പറയുകയും ചെയ്തു ഇവന്മാരിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോ പ്രത്യക്ഷത്തിൽ വരാനുള്ളത് പാക്കികളായതുകൊണ്ട് തന്നെ വേറെ അങ്ങോട്ടും സംശയിക്കേണ്ട കാര്യവുമില്ല.